വിഹാനെ കരാട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. ഇവനെ കരാട്ടയ്ക്ക് ഉണ്ടാക്കിയിട്ടാണ് അതുവഴിയാണ് അച്ഛൻ ഓഫീസിൽ പോകുന്നത്. ഇതാണ് നമ്മുടെ നമ്മൾ സ്റ്റെപ്പ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇതൊരു നല്ല വലിയൊരു ഡോറാണ്. എല്ലാവർക്കും മാസ് വ്ലോഗിലേക്ക് ഒന്നുകൂടി സ്വാഗതം. നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് റൊട്ടീനായിട്ടാണ്. എൻ്റെ അല്ല, വിഹാൻ്റെ ആണ്. നമ്മളിപ്പോൾ ഉമാസ് വ്ലോഗിൽ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. നമ്മളിപ്പോൾ ഷോർട്സ് വീഡിയോസാണ് ഇടാറ്. അതിനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു നമ്മളിട്. അപ്പോഴത്തേക്കും ഇന്ന് അങ്ങനെ വിഹാൻ എടുത്ത് വൈകിട്ട് വന്നിട്ട് പറഞ്ഞു, എടി ഇന്നേക്ക് കരാട്ടെ ഉണ്ട്, നമുക്കൊരു വീഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഓക്കെ, ഞാനും വിചാരിച്ചു എന്നൊരു വീഡിയോ എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഹാൻ്റെ ഒന്ന് കരാട്ടെ അവന് കൈയും കാലും ഒക്കെ മുഖമൊക്കെ കഴുകാനായിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഹലോ, അപ്പോൾ നമ്മുടെ വിഹാനിവിടെ കരാട്ടയ്ക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഇനി അവന് യൂണിഫോം ഉണ്ട്, അപ്പോഴത്തേക്കും അതിട്ടിട്ട് നമുക്ക് കാണിക്കാട്ടോ. നമ്മുടെ വിഹാനുവിൻ്റെ കയ്യിലുണ്ടല്ലോ ഒരാളെ മാന്താത്രയുള്ള നഖമുണ്ട്. അപ്പോഴത്തേക്കും അവൻ നഖം വെട്ടാൻ നിൽക്കത്തില്ല. എന്താണെന്ന് അറിയില്ല, എൻ്റെ കൊച്ചിന് നഖം വെട്ടാൻ നല്ല അറിയാണ്. അപ്പോഴത്തേക്കും കരാട്ടയ്ക്ക് പോകുമ്പോൾ അവരങ്ങനെയല്ല, അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും. കരാട്ടയ്ക്ക് പോകുമ്പോൾ നെല്ല് വെട്ടണമല്ലോ. അപ്പോഴത്തേക്കും അവൻ്റെ നഖം വെട്ടുവന്ന്. ശരിക്കും ഞാൻ എത്ര വിളിച്ചാന്ന് ബ്ലൂ ബെൽറ്റ് ആണല്ലേ. ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് ബ്ലൂ ബെൽറ്റിന്റെ ഇനാഗ്രേഷൻ ആയിരുന്നു. സർപ്രൈസ് ആയിട്ട് കൊടുക്കായിരുന്നു. ആദ്യം ബ്ലാക്ക് ബെൽറ്റ് ആവും, നമുക്ക് സർപ്രൈസ് കൊടുക്കാട്ടോ. പറഞ്ഞു നമ്മളെല്ലാം വീഡിയോ എടുക്കും, നമ്മുടെ ക്യാമറ കണ്ണുകൾ. അമ്മ നഖത്ത് വെട്ടുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നീ കുഞ്ഞല്ലേ. മാന്താമാ, ഞാൻ നിന്നേരാം. ഇവനിപ്പോ കത്തയൊക്കെ പഠിച്ച് വീട്ടില് മുഴുവനും ഇടിയാന്ന്. പിന്നെ ലൈക്ക് ഷെയർ ഇവിടെയൊക്കെ പാട്ടൊക്കെ പാടി ഇരിക്കുന്നുണ്ട്. നമ്മള് റോസ്മേരി ഒക്കെ തേച്ചിട്ട് ഇരിക്കാൻ കേട്ടാ. ആളിപ്പോ ഭയങ്കര പാട്ടാന്ന്. ഓക്കെ, ഇത് റോസ്മേരി വാട്ടറാണ്. കാലത്തിന് മുടിയൊലിച്ചിട്ട് നല്ലതാണെന്നാണ് പറയുന്നത് റോസ്മേരി. അപ്പൊ നമുക്കിവിടെ കാലിന് നല്ല മുടിയൊലിച്ചിലുണ്ട്. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് നമ്മളും അതിലോട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞാൽ അതിലോട്ട് പോയി. അങ്ങനെ റോസ്മേരി മേടിച്ചും കൊണ്ടുവന്ന് ഒരു 2 സ്പൂൺ റോസ്മേരി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 ഗ്രാമ്പും കൂടെ ഇട്ട് തലേന്ന് രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് നേരം വിളിക്കുമ്പോൾ അത് അരിച്ച് ഈ ബോട്ടിലിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് ബോട്ടിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതിനാണ്, സ്പ്രേ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തലയോട്ടിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ നല്ല പൂവട്ടെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതെന്നുള്ള അറിവുകാരനോട് നമ്മൾ പരീക്ഷിച്ചു തുടങ്ങിയ, പക്ഷേ താരം പോകും. ഇപ്പം ഞങ്ങൾ ആരെയും തലയിൽ താരമില്ല. മുടി ഒഴിച്ചിലും കുറവുണ്ട്. ഇനി നിർത്തുമ്പോൾ മുടി ഒഴിച്ചിൽ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ മുടി ഒഴിച്ചിലും കുറവുണ്ട്, പക്ഷെ സ്ഥിരം തേക്കണം. കുറച്ചാൾ തേച്ച് നോക്കാമെന്നുള്ള ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 1 മാസത്തോളം ആയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് ഇതുവരെ കിട്ടിയത്. ഇത് എണ്ണയുണ്ടെന്ന് പറയുന്നത്, എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ചാൾ ഇത് കണ്ടിന്യൂ ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴറിയാലോ ബാക്കി റിസൾട്ട്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. റോസ്മേരി വാങ്ങിക്കാൻ കിട്ടും, നിയർ ബൈ സ്റ്റോപ്സിലൊക്കെ ചോദിച്ചാൽ മതി, വാങ്ങിക്കാൻ കിട്ടും. വളരെ വളരെ വില കുറവുമാണ്. അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം മിക്ക ആൾക്കാരുടെ തലയിലും താരനുണ്ട്, എല്ലാവർക്കും മുടി ഒഴിച്ചതും. ഭൂരിപക്ഷം ആൾക്കാർക്ക് മുടി ഒഴിച്ചാണ് പ്രശ്നം. അപ്പം ഇത് നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യമില്ലേ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങൾ നമ്മുടെ ഡാഡി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. യോ ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീട്. വേഗം അവിടെ തന്നെ ഇരുന്നോ, ഇറങ്ങുമ്പോ എളുപ്പമല്ലേ.
ബൈ ബൈ. അപ്പോൾ ഇത് ഞങ്ങളൊരു ഫൺ വീഡിയോ ആയിട്ട് എടുത്തതാണ്. നമ്മൾ വിഹാൻ്റെ കരാട്ടയ്ക്ക് പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബഹ്റൈനിലാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സമ്മർ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രീം സമ്മർ ആയിരിക്കും, വിൻ്റർ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രീം വിൻ്റർ ആയിരിക്കും. അപ്പോൾ ചുമ്മാ അതൊരു വ്ളോഗ് ഞങ്ങൾ എടുത്താണ്. വിഹാനുവിൻ്റെ കരാട്ടയുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും അവർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവാം. ലിഫ്റ്റിലാണല്ലോ, ഞങ്ങൾ ലിഫ്റ്റിലാണല്ലോ. നമ്മുടെ സെക്ഷൻ 2 കേട്ടോ, അതുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബൈ ബൈ. എല്ലാവർക്കും മാസ് വ്ലോഗിലേക്ക് ഒന്നുകൂടി സ്വാഗതം. നമ്മളിന്ന് വന്നിരിക്കുന്നത് ഒരു ഈവനിങ് റൊട്ടീനായിട്ടാണ്. എൻ്റെ അല്ല, വിഹാൻ്റെ ആണ്. നമ്മളിപ്പോൾ ഉമാസ് വ്ലോഗിൽ ഒരു വീഡിയോ ഇട്ടിട്ട് കുറേ നാളായി. നമ്മളിപ്പോൾ ഷോർട്സിന് വീഡിയോസാണ് ഇടാറ്. അതിനുള്ളൊരു സാഹചര്യമല്ലായിരുന്നു നോക്കിയിട്ട്. അപ്പോഴത്തേക്കും ഇന്ന് അങ്ങനെ വിഹാൻ എടുത്ത് വൈകിട്ടുണ്ട് പറഞ്ഞു, എടി ഇന്നേക്ക് കരാട്ടെ ഉണ്ട്, നമുക്കൊരു വീഡിയോ എടുക്കാം. ഓക്കെ, ഞാൻ വിചാരിച്ചു എന്നൊരു വീഡിയോ എടുക്കാമല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് വിഹാൻ്റെ കരാട്ടെ കായും കാലും ഒക്കെ മുഖം കഴിവാനായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ വിഹാനിയുടെ കരാട്ടയ്ക്ക് പോകാനുള്ള ഡ്രസ്സൊക്കെ ഇട്ടിട്ടിരിക്കുകയാണ്. ഇനി അവന് യൂണിഫോം ഉണ്ട്, അപ്പോഴത്തേക്കും അതിട്ടിട്ട് നമുക്ക് കാണിക്കാം. നമ്മുടെ വിഹാനുവിൻ്റെ കയ്യിലുണ്ടല്ലോ ഒരാളെ മാത്രമുള്ള നഖമുണ്ട്. അപ്പോഴത്തേക്കും അവൻ നഖം വെട്ടാൻ നിൽക്കത്തില്ല. എന്താണെന്ന് അറിയില്ല, എൻ്റെ കൊച്ചിന് നഖം വെട്ടാൻ നല്ല അറിയാണ്. അപ്പോഴത്തേക്കും കരാട്ടയ്ക്ക് പോകുമ്പോൾ അവരങ്ങനെയല്ല, അവർ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടായിരിക്കും. കരാട്ടയ്ക്ക് പോകുമ്പോൾ നെയ്ല് വെട്ടണമല്ലോ. അപ്പോഴത്തേക്കും അവൻ്റെ നഖം വെട്ടുവന്ന്. ബ്ലൂ ബെൽറ്റ് ആണല്ലേ? ഈ ശനിയാഴ്ച ഞങ്ങൾക്ക് ബ്ലൂ ബെൽറ്റിന്റെ ഇനാഗ്രേഷൻ സർപ്രൈസ് ആയിട്ട് കൊടുക്കായിരുന്നു. ആദ്യം ബ്ലാക്ക് ബെൽറ്റ് ആവുന്നത് നമുക്ക് സർപ്രൈസ് കൊടുക്കാം കേട്ടോ. പറഞ്ഞു നമ്മളെല്ലാം വീഡിയോ എടുക്കും, നമ്മുടെ ക്യാമറ കണ്ണുകൾ. അമ്മ നഖത്ത് വെട്ടുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നീ കുഞ്ഞല്ലേ? മാന്താമാ, ഞാൻ നിന്നേരാം. ഇവനിപ്പോ കത്തൊക്കെ പഠിച്ച് വീട്ടില് മുഴുവനും ഇടിയാന്ന്. പിന്നെ ലൈക്ക് ഷെയർ ഇവിടെയൊക്കെ പാട്ടൊക്കെ പാടി ഇരിക്കുന്നുണ്ട്. നമ്മള് റോസ്മേരി ഒക്കെ തേച്ചിട്ട് ഇരിക്കാൻ കേട്ടാ. ആളിപ്പോ ഭയങ്കര പാട്ടാന്ന്. ഓക്കെ, ഇത് റോസ്മേരി വാട്ടറാണ്. കാലത്തിനും മുടിയൊലിച്ചിനും നല്ലതാണെന്നാണ് പറയുന്നത് റോസ്മേരി. അപ്പൊ നമുക്കിവിടെ കാലിനും നല്ല മുടിയൊലിച്ചിലുണ്ട്. അപ്പൊ ഒന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് പറഞ്ഞ് നമ്മൾ അതിലോട്ട് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ പറഞ്ഞാൽ അതിലോട്ട് പോയി. അങ്ങനെ റോസ്മേരി മേടിച്ചും കൊണ്ടുവന്ന് ഒരു 2 സ്പൂൺ റോസ്മേരി, 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 3 ഗ്രാമ്പും കൂടെ ഇട്ട് തലേന്ന് രാത്രി തിളപ്പിച്ച് വെച്ചിട്ട് നേരം വിളിക്കുമ്പോൾ അത് അരിച്ച് ഈ ബോട്ടിലിനകത്ത് ഒഴിച്ചതിന് ശേഷം നമ്മൾ തലയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കും. ഇത് ബോട്ടിൽ ഒഴിച്ച് വെച്ചിരിക്കുന്നതിനാണ്, സ്പ്രേ ചെയ്യാനുള്ള സൗകര്യത്തിനാണ് സ്പ്രേ ചെയ്ത് കൊടുക്കണം. സ്പ്രേ ചെയ്ത് നല്ല ഭംഗിയായിട്ട് തലയോട്ടിൽ നമ്മൾ തേച്ച് പിടിപ്പിക്കണം. ഇങ്ങനെ നല്ലതുപോലെ ഇങ്ങനെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതെന്നുള്ള അറിവുകാരനോട് നമ്മൾ പരീക്ഷിച്ചു തുടങ്ങിയത്. പക്ഷേ താരം പോകും. ഇപ്പം ഞങ്ങൾ ആരെയും തലയിൽ താരമില്ല. മുടി ഒഴിച്ചിലും കുറവുണ്ട്. ഇനി നിർത്തുമ്പോൾ മുടി ഒഴിച്ചിൽ ഉണ്ടാവുമെന്നുള്ളത് അറിയില്ല. ഇപ്പോൾ മുടി ഒഴിച്ചിലും കുറവുണ്ട്, പക്ഷെ സ്ഥിരം തേക്കണം. കുറച്ചാൾ തേച്ച് നോക്കാന്നുള്ള ഇത് വാങ്ങിച്ച് വെച്ചിട്ടുണ്ട്. നമ്മളിപ്പോൾ തുടങ്ങിയിട്ട് 1 മാസത്തോളം ആയിട്ടുണ്ട്. നല്ല റിസൾട്ടാണ് ഇതുവരെ കിട്ടിയത്. ഇത് എണ്ണയുണ്ടെന്ന് പറയുന്നത്, എണ്ണ നമ്മൾ ഉപയോഗിച്ചിട്ടില്ല. നമ്മൾ വെള്ളത്തിൽ തിളപ്പിച്ച് വെള്ളമാണ് സ്പ്രേ ചെയ്യുന്നത്. അപ്പോൾ ഇനി കുറച്ചാൾ ഇത് കണ്ടിന്യൂ ചെയ്യാന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോഴറിയാലോ ബാക്കി റിസൾട്ട്. ഇതൊന്ന് പരീക്ഷിച്ച് നോക്കണം. റോസ്മേരി വാങ്ങിക്കാൻ കിട്ടും.
നിയർ ബൈ സ്റ്റോപ്സിലൊക്കെ ചോദിച്ചാൽ മതി, വാങ്ങിക്കാൻ കിട്ടും. വളരെ വളരെ വില കുറവുമാണ്. പിന്നെ അതൊന്ന് പരീക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നല്ലതാണ്. ഇപ്പം മിക്ക ആൾക്കാരുടെ തലയിലും താരനുണ്ട്, എല്ലാവർക്കും മുടി ഒഴിച്ചതും ഭൂരിപക്ഷം ആൾക്കാർക്ക് മുടി ഒഴിച്ചാണ് പ്രശ്നം. അപ്പം ഇത് നമുക്ക് വലിയ ചിലവില്ലാത്ത കാര്യമില്ലേ, നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. നിങ്ങളും വിഹാനെ കരാട്ടയ്ക്ക് ഉണ്ടാക്കാനായിട്ട് അച്ഛൻ വന്നിട്ടുണ്ട്. ഇവനെ കരാട്ടയ്ക്ക് ഉണ്ടാക്കിയിട്ടാണ്, അതുവഴിയാണ് അച്ഛൻ ഓഫീസിൽ പോകുന്നത്. ഇതാണ് നമ്മുടെ നമ്മള് സ്റ്റെപ്പ് ഇറങ്ങി കേട്ടോ. അങ്ങനെ ഞങ്ങൾ സ്റ്റെപ്പൊക്കെ കയറി വന്നിട്ടുണ്ട്. ഇതൊരു നല്ല വലിയൊരു ഡോറാണ്. നമ്മുടെ ഡാഡി പിക്ക് ചെയ്യാൻ വന്നിട്ടുണ്ട്. യോ ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ വീട്. വേഗം അവിടെ തന്നെ ഇരുന്നോ, ഇറങ്ങുമ്പോ എളുപ്പമല്ലേ. ബൈ ബൈ. അപ്പോൾ ഇത് ഞങ്ങളൊരു ഫൺ വീഡിയോ ആയിട്ട് എടുത്തതാണ്. നമ്മൾ വിഹാന കരാട്ടയ്ക്ക് പോകുന്നതാണ്. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ബഹ്റൈനിലാണ്. ഇവിടുത്തെ ക്ലൈമറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും സമ്മർ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രീം സമ്മർ ആയിരിക്കും, വിൻ്റർ ആണെങ്കിൽ ഇവിടെ എക്സ്ട്രീം വിൻ്റർ ആയിരിക്കും. ചുമ്മാ അതൊരു വ്ലോഗ് ഞങ്ങൾ എടുത്താണ്. വിഹാനുവിൻ്റെ കരാട്ടയുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോഴത്തേക്കും അവർ പോയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ഫ്ലാറ്റിലോട്ട് പോവാം. നമ്മുടെ സെക്ഷൻ 2 കേട്ടോ, അതുകൊണ്ട് നമ്മൾ പോവാണ്. അപ്പോഴത്തേക്കും എല്ലാവർക്കും ബൈ ബൈ. എല്ലാവർക്കും നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. ബൈ ബൈ.